ഓടെയാണ് അങ്ങനെ തൊടി ആദ്യം മീൻ പിടിച്ചു. അധിക ദിവസങ്ങളിലും വയലിലും തോട്ടിലും ഒക്കെ ആയിട്ട് മീൻപിടുത്തം തന്നെയാണല്ലോ നമ്മുടെ പരിപാടി. അപ്പോൾ പിന്നെ പുതിയൊരു സ്ഥലം ഉണ്ടെന്ന് കേട്ടാൽ നമ്മൾ പോകാതിരിക്കുമോ? സ്ഥലം പക്ഷേ പുതിയതൊന്നുമല്ല, കുറേ കാലമായിട്ട് ഞങ്ങൾ കാണുന്നതാണ്. പക്ഷെ ആദ്യമായിട്ടാണ് ഇത്ര തൊട്ടടുത്ത് പോയി നിൽക്കുന്നത് കേട്ടോ. എൻ്റെ ചേച്ചിയുടെ വീടിനടുത്തുനിന്ന് കുറച്ച് പുറകോട്ട് പോയി കഴിഞ്ഞാൽ നല്ല അടിപൊളി പുഴയാണ് കേട്ടോ. ഞങ്ങളുടെ ഈ വയലിലും തോട്ടിലും ഒക്കെ ചാടി മറിഞ്ഞുള്ള മീൻപിടുത്തവും ഇതെല്ലാം കണ്ടപ്പം ചേച്ചി പറഞ്ഞതാണ്, ഒരു ദിവസം നമുക്ക് പുഴയിൽ പോയി നോക്കാം, അവിടെ കുറേ ആൾക്കാർ മീൻ പിടിക്കാൻ വരാറുണ്ടെന്ന്. ഞങ്ങൾ പോയപ്പോൾ സംഭവം സത്യമാണ്, അവിടെ ഇരിക്കാൻ പോലും സ്ഥലമില്ലാതെ മീൻ പിടിക്കാൻ ചേട്ടന്മാർ വന്നിരിക്കുന്നുണ്ട്. സംഭവം ഞങ്ങൾ സാമഗ്രികളൊന്നും എടുക്കാതെയാണ് പോയത്. മീൻ പിടിക്കാനുള്ള സ്ഥലം കണ്ടപ്പോൾ അവിടെ നോക്കി അങ്ങ് നിന്ന് പോയി. നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. അപ്പോൾ പുഴയിലേക്ക് ഇറങ്ങണം, കാല് നനയ്ക്കണം എന്നൊക്കെ മക്കൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് പരിചയമില്ലാത്ത സ്ഥലമാണ്, പിന്നെ പുഴയാണ്, നമ്മുടെ തോട്ടിലും വയലിലും ഒന്നും ഇറങ്ങണ പോലെയല്ല. അതുകൊണ്ട് ഇറങ്ങാനും കളിക്കാനും ഒന്നും ഞാൻ സമ്മതിച്ചില്ല. നമ്മൾ കുറച്ച് നേരം അതിലൊക്കെ നടന്നു കേട്ടോ. പിന്നെ അവിടെ മീൻ പിടിച്ചുകൊണ്ടിരിക്കുന്ന ചേട്ടന്മാർക്ക് മീനൊക്കെ കിട്ടിയോ എന്നൊക്കെ പോയി നോക്കി. പിന്നെ അവർക്കൊന്നും വീഡിയോ എടുക്കാൻ വലിയ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അവരുടെ അടുത്തേക്ക് പോകാഞ്ഞതും മീൻ പിടിക്കുന്നത് കാണിക്കാഞ്ഞതും ഒക്കെ. കുറച്ചൊക്കെ മീനൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ മീൻ പിടിക്കാനല്ലാതെ അവിടെ വെറുതെ വന്നിരിക്കാനും കുറേ ആൾക്കാരുണ്ട്. കുറേ പെൺകുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരൊന്നും വീഡിയോ എടുക്കുന്നത് അത്ര ശരിയല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പുറത്തെ സൈഡിൽ മൊത്തം കുറേ ആൾക്കാർ വന്നിരിക്കുന്നു, വെള്ളത്തിലിറങ്ങി കളിക്കുന്നു ഒക്കെ ഉണ്ട്. അപ്പോൾ സ്ഥലം ഞങ്ങൾക്ക് നല്ല ഭംഗിയായിട്ട് ഇഷ്ടപ്പെട്ടു. ഇന്നിപ്പോൾ എന്തായാലും മീൻപിടുത്തമോ പുഴയിൽ ചാട്ടോ ഒന്നും നടക്കില്ല. അപ്പം ഒരു ദിവസം എന്തായാലും ഇവിടെ വന്നേ പറ്റുമെന്ന് എനിക്കും തോന്നി. മക്കൾ മാത്രമല്ല, ഇതെൻ്റെ ചേച്ചിയുടെ മോളും മോനും ആണ്. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ചാണ് പോയത്. ചേച്ചിക്ക് ഇന്ന് ഡ്യൂട്ടി ഉള്ളതുകൊണ്ട് അധിക സമയം നമുക്കിവിടെ നിൽക്കാൻ പറ്റിയില്ല, അവർക്ക് നൈറ്റാണ്. അപ്പോൾ ഈ സ്ഥലമൊക്കെ ഒന്ന് കാണിച്ചു തന്ന് കുറച്ച് നേരം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇരുന്നിട്ട് ഞങ്ങൾ തിരിച്ചങ്ങ് പോന്നിട്ടുണ്ടായിരുന്നു. അവിടെ ഇരിക്കുന്ന ചേട്ടന്മാർ പറഞ്ഞ് ഈ പാലത്തിൻ്റെ അടിയിൽ വന്നിട്ട് എപ്പോൾ അവർ ചൂണ്ടയിട്ടാലും ഒന്നും കിട്ടാതെ പോലില്ലാന്ന് കേട്ടോ. തള്ളാണെന്നൊക്കെ നമുക്ക് വന്ന് നോക്കി അറിയാം. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ തിരിച്ചു പോരുന്ന വഴിക്ക് കണ്ടിട്ടുള്ളതാണ് ഇത്. ഈ മരവും ഈ കായയും എവിടെയെങ്കിലും ആർക്കെങ്കിലും കണ്ടു പരിചയം ഉണ്ടെങ്കിലും ഇതെന്താണെന്ന് അറിയുന്നവരുണ്ടെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്ത് പറഞ്ഞേക്കണേ. ഇതിൻ്റെ ഭംഗി കണ്ടിട്ട് ചെറിയൊരു കൊല ഞങ്ങൾ പറിച്ചെടുത്ത് നോക്കി, പക്ഷെ ഞങ്ങൾ ആദ്യമായിട്ട് കാണുകയാണ്. അപ്പോൾ ചേച്ചി നൈറ്റിന് പോയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തിരിച്ചു പോരേണ്ടി വന്നതുകൊണ്ട് പിറ്റേന്ന് ഞങ്ങൾ ഒന്നും കൂടെ അവിടേക്ക് തന്നെ പോയി കേട്ടോ. നൈറ്റ് കഴിഞ്ഞ് വന്ന ക്ഷീണം കൊണ്ട് ചേച്ചി വന്നില്ല, ഞാനും മക്കളും മാത്രം പോയി. അപ്പോൾ കുറേ നേരം അതിലേക്ക് നടന്നപ്പം നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ ആ പുഴയുടെ തൊട്ടടുത്ത് തന്നെ ഒരു ചായക്കടയുണ്ട്. അവിടെ പോയിട്ട് ഞങ്ങൾ നല്ല അടിപൊളി ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. പോയി നോക്കുമ്പോൾ ചായക്കട നിറയെ ആൾക്കാർ. ഞങ്ങൾ പോയത് സൺഡേ ആയിരുന്നു. അപ്പോൾ ഈ പുഴയുടെ സൈഡിൽ ഇരിക്കാനും കാറ്റ് കൊള്ളാനും ഒക്കെ ഒരുപാട് പേര് വരും. അതുകൊണ്ട് ഞങ്ങൾ ചായ കുടിക്കാൻ നിന്നില്ല, അവിടുന്ന് പാർസൽ വാങ്ങിച്ച് പുഴയുടെ സൈഡിൽ പോയിരുന്ന് തിന്നാമെന്ന് വിചാരിച്ചു. പക്ഷേ പുഴയുടെ സൈഡിൽ എത്തുന്നവരെ ഉണ്ടോ ഇവർക്ക് ക്ഷമ? അവിടെ എത്തുന്നവരെ കഴിക്കൽ തന്നെയായിരുന്നു. പിന്നെ ബാക്കിയുള്ള ഐറ്റംസ് ഞങ്ങൾ പുഴയുടെ അടുത്തിരുന്ന് നല്ല ആസ്വദിച്ച് നല്ല കാറ്റും തണലത്തിരുന്ന് നന്നായിട്ട് കഴിച്ചു കേട്ടോ. മീൻപിടുത്തം അങ്ങനെ വല്ലിങ്ങനെ നടന്നില്ലെങ്കിലും ഞങ്ങൾ ഇത് നന്നായിട്ട് ആസ്വദിച്ചു. നല്ല ചൂടുള്ള ചായക്കടികൾ കൂട്ടി അവിടെ ഇരുന്ന് അങ്ങനെ കഴിക്കാൻ നല്ല സുഖമായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ ആ പാലത്തിനടുത്തേക്ക് പോയില്ല, അവിടെ ഒരുപാട് പേരുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ അതിന് ഓപ്പോസിറ്റ് സൈഡിൽ വന്നിട്ടാണ് കേട്ടോ ചൂണ്ടയിട്ട് നോക്കിയത്. അപ്പോൾ ഇവിടെ എത്ര നേരം ചൂണ്ടയിട്ടിട്ട് ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല. അത് പിന്നെ പുതിയ കാര്യമല്ലല്ലോ, നമുക്കിതിൻ്റെ ടെക്നിക്സ് ഒന്നും അറിയില്ല, നമ്മളിതിലേക്ക് ഇറങ്ങിയിട്ടല്ലേ ഉള്ളൂ. ഇപ്പോൾ ഇവരുടെ കൂടെ ഇങ്ങനെ കമ്പനിക്ക് വന്ന് എനിക്കിത് ഭയങ്കര ഇഷ്ടമുള്ളൊരു പരിപാടിയായിട്ടോ. ഫിഷിംഗ് എന്ന് പറഞ്ഞാൽ എനിക്കും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നൊക്കെ ഉണ്ട്. 3 പേര് ചൂണ്ടയിട്ട് നിൽക്കുന്നതിനിടയ്ക്ക് ഇവിടെ മീൻപിടുത്തക്കാരുടെ വല ഉണ്ടായിരുന്നു, അതിൻ്റെ മുകളിൽ തുമ്പിയുടെ ചൂണ്ടക്കുളത്തൊന്ന് കുടുങ്ങി കേട്ടോ. പിന്നെ അവിടെ ഒരു കുഞ്ഞു ഞെണ്ടിനെ കണ്ടു. പിന്നെ കുറേ നേരം അതിൻ്റെ മണ്ടയ്ക്കായി പരിപാടി. ആശാനെ ഒന്നും മര്യാദയ്ക്ക് കാണാൻ വേണ്ടി പുറത്തേക്ക് വലിച്ചെടുക്കാൻ പഠിച്ച പണി 18 നിങ്ങൾ നോക്കി എവിടെ കിട്ടാൻ പെണ്ണുമ്പോൾ എനിക്ക് വേറെ പണിയുണ്ടെന്നും പറഞ്ഞ ആശാൻ്റെ മാളത്തിൽ കയറിപ്പോയി. പിന്നെ നമുക്ക് ബോറടിച്ചിട്ട് ഞാൻ പറഞ്ഞു, ആദ്യക്കിട്ടാ നമുക്കിത് പറ്റിയ പരിപാടിയല്ല, നമുക്കിതിൻ്റെ ടെക്നിക്സ് ഒന്നും അറിയാത്തത് കൊണ്ട് മീനൊന്നും കിട്ടാൻ പോണില്ല. ഞാൻ പറഞ്ഞ പോലെയല്ല, ഞാൻ പോകാമെന്ന് പറഞ്ഞ് ഇറങ്ങിയപ്പോഴേക്കും അവന് മീൻ കിട്ടിയിട്ടോ. അപ്പം ഞങ്ങൾ തിരിച്ചു പോയി ഒന്നും കൂടെ ചുണ്ടിലിട്ടപ്പോൾ ഒരു മീനിനെയും കൂടെ കിട്ടി. അപ്പം നമുക്ക് തന്നെ അറിയാം ഈ ഫിഷിംഗ് വീഡിയോയിലൊന്നും ഉൾപ്പെടുത്താൻ പറ്റിയ വീഡിയോ ഒന്നും അല്ല നമ്മളേത്. ആദ്യക്കുട്ടിന് വേറെ എന്തിനേക്കാളും ഇഷ്ടമുള്ള പരിപാടിയാണ് ഈ മീൻപിടുത്തം എന്ന് പറഞ്ഞാൽ. അപ്പോൾ അവൻ്റെ ഈ ആഗ്രഹങ്ങളൊക്കെ നടത്തി കൊടുക്കാൻ നമ്മളല്ലാതെ വേറെ ആരാളുള്ളത്? അപ്പോൾ നമ്മുടെ ഈ കുഞ്ഞു ചാനലും ആദ്യക്കുട്ടിനെയൊക്കെ ഇഷ്ടമാവുന്നവർ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ.